തെലങ്കാനയിലേക്കാണ്. രേവന്ത് റെഡ്ഡി കോൺഗ്രസ് ഭരിക്കുന്നത്. അപ്പം പക്ഷേ കണക്ഷൻ കറക്റ്റ് ആയിട്ടോ. കോൺഗ്രസ് ഉള്ള രാജസ്ഥാൻ, കോൺഗ്രസ് ഉള്ള മധ്യപ്രദേശ്, കോൺഗ്രസ് ഉള്ള തെലങ്കാന. പക്ഷേ തെലങ്കാന കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ബെറ്റർ ആണ്. ആകെ സീറ്റ് 17 BJPക്ക് 4 അതിനപ്പുറത്തേക്ക് അവർ ഇത്തവണയും കൂട്ടുമെന്ന് അവരും പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 19 പോലെ ഒരു തരംഗമില്ലാത്തത് കൊണ്ട് രേവന്ത് റെഡ്ഡി വഴി അല്ലെങ്കിൽ കോൺഗ്രസിൽ എത്തിയ ആ വോട്ടുകൾ തിരിച്ചു BJPയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കാര്യമായിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് BJP കണക്ക് കൂട്ടുന്നു തങ്ങൾക്ക് ഇത്തവണ സീറ്റ് അധികമാക്കാൻ കഴിയുന്ന ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന നിലയിൽ തെലങ്കാന അവർ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വലിയ ജമ്പ് ഉണ്ടാവാനും പോകുന്നില്ല. 4 സീറ്റ് എന്നുള്ളത് വേണമെങ്കിൽ ആ 4 സീറ്റും നിലനിർത്താം, അതല്ലെങ്കിൽ താഴെ പോകാം. അത് വല്ലാത്തൊരു പ്രഡിക്ഷൻ ആയിപ്പോയി. കാരണം അത് നിലനിർത്താം, താഴോട്ട് പോകാം, അല്ലെങ്കിൽ ഉയരാം. വളരെ വളരെ നോമിനൽ ആയിട്ടാണ്. അതല്ലാതെ 4-ൽ നിന്ന് ഒരു 15-ലേക്കോ 12-ലേക്കോ ഒന്നും BJPക്ക് ഉയരാൻ കഴിയില്ല. ആ നിലയിൽ കാരണം അതൊരു പുതുമോടി മാറാത്ത രേവന്ത് റെഡ്ഡിയുടെ ഭരണം കോൺഗ്രസിന്റെ സർക്കാരുണ്ട്. ആ ഒരു സ്വാധീനം സ്വാഭാവികമായി ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു. അപ്പോൾ തെലങ്കാന ആ നിലയിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ആശങ്ക ഘടകമേ ഇല്ല. മുമ്പ് പറഞ്ഞ പോലെ ഒപ്പം നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് തെലങ്കാന. ഹൈദരാബാദിൽ നിന്ന് ഒറ്റപ്പോക്ക ആന്ധ്രാപ്രദേശിലേക്ക് വളരെ അടുത്താണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ഒരു സാഹചര്യം ആകെ പരിശോധിക്കാം. അവിടുത്തെ 2019-ലെ കക്ഷി നില ഒന്ന് നോക്കി. BJPക്ക് എത്രമാത്രം, BJP എന്നുള്ളതല്ല, BJPക്ക് അപ്പുറമുള്ള പാർട്ടികളാണ്, പക്ഷേ BJPക്ക് ഒരു മുന്നണി അവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്താ നോക്കാം. ആകെ സീറ്റ് 25 ആയിരുന്നു, BJPക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, അക്കൗണ്ട് 0 ആയിരുന്നു. അതെ, പക്ഷേ ഇത്തവണ BJPക്ക് പറഞ്ഞ പോലെ ഒരു മുന്നണി സംവിധാനത്തിൽ സീറ്റ് പ്രതീക്ഷയുണ്ട്. ചന്ദ്രബാബു നായിഡു പവൻ കല്യാണിനെയും കൂടി കൂട്ടിയുള്ള TDP ആ മുന്നണിയുണ്ട്. ആ മുന്നണിയുടെ ഭാഗമാണ് അവിടെ BJP. അത് പക്ഷേ അപ്പോഴും അവിടെ ജഗൻമോഹൻ തന്നെയാണ്, YSR കോൺഗ്രസ് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട. പക്ഷേ ഇത്തവണ ഈ 25 ക്ലീൻ സ്വീപ്പ് ഉണ്ടാവും നമുക്ക് കരുതാൻ പറ്റില്ല. ഇല്ല, അത് പ്രതീക്ഷിക്കേണ്ട, യാതൊരു തരത്തിലുമില്ല. പക്ഷേ ഷർമിള, അതായത് YSRന്റെ സഹോദരിയെ വെച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ഫൈറ്റും വളരെ ശ്രദ്ധയാണ്. കടപ്പയിലേക്ക് ഒരു മത്സരം വളരെ എത്രമാത്രം വരും എന്നറിയില്ല. കഴിയില്ല. തെലങ്കാനയുടെ ഒരു സ്വാധീനം അവിടെ ഉണ്ടാകുമോ എന്നുള്ളതും അറിയില്ല. പക്ഷേ BJPയുടെ സഖ്യത്തിന് 1-2 നമ്പർ കുറിക്കാൻ പറ്റാം ചിലപ്പോൾ. അതിന്റെ കൂടെ ചിലപ്പോൾ BJP ജയിച്ചു വന്നാലായി. പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ YSRCP ജയിച്ചു പോയാലും BJPയെ സംബന്ധിച്ച് ഗുണം തന്നെയാണ്. കാരണം നിർണായക ഘട്ടങ്ങളിൽ നവീൻ പട്നായിക്കും അതുപോലെ തന്നെ ജഗൻമോഹനുമാണ് ഈ പറഞ്ഞ പല ഘട്ടങ്ങളിൽ രാജ്യസഭയിലടക്കം രക്ഷകരായി വരാറ്. വലിയ തോതിൽ മോദി സർക്കാരിനെ പുറമേ നിന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടികൾ എന്ന ലേബലിൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് അവിടെ സീറ്റ് എന്നതിനേക്കാളപ്പുറം YSR ഒരുപക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പുറത്തേക്ക് അധികാരം വന്നാലും ജഗൻമോഹന്റെ സ്വാഭാവികമായി സംസ്ഥാനത്തിന്റെ ഒരു പൊതു താല്പര്യം ആ സംസ്ഥാനം അവർ ഭരിക്കുന്നു, കേന്ദ്ര സഹകരണം വേണ്ടതുണ്ട് എന്നൊരു സാഹചര്യം വന്നാലും പറയാൻ കഴിയില്ല. അപ്പോൾ എന്തും ആവട്ടെ, പക്ഷേ അവിടെ BJPക്ക് കാര്യമായ ഇപ്പോൾ BJP വേഴ്സസ് ഇന്ത്യ മുന്നണി എന്ന് നോക്കുന്ന ഒരു ഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് വളരെ പ്രസക്തമല്ല ആന്ധ്രാപ്രദേശ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടത് ഒരു കാര്യമാണ്. തെലങ്കാനയിലും സാഹചര്യം അതാണ്, കർണാടകയിലും സാഹചര്യം ഇതാണ്, തമിഴ്നാട് കേരളം ഒന്നും ആ നിലയിൽ BJP സംബന്ധിച്ച് ദക്ഷിണേന്ത്യ മുൻപ് ലഭിച്ച സീറ്റുകൾ പോലും വലിയ തോതിൽ കുറയുന്നതിന് കഴിയില്ല എന്നുള്ള ഒരവസ്ഥയിൽ BJP നിൽക്കുകയാണ്. അതേസമയം മുമ്പ് സൂചിപ്പിച്ച സംസ്ഥാനങ്ങളിലൊക്കെ BJPക്ക് ലഭിച്ച സീറ്റുകൾ വലിയ തോതിൽ കുറയുന്നതിന് ഇടവരുന്നു. വലിയ തോതിൽ കുറയുന്ന സംസ്ഥാനങ്ങളുണ്ട്, നാമമാത്രമായി കുറയുന്ന സംസ്ഥാനങ്ങളുണ്ട്. എങ്ങനെ നോക്കിയാലും 303-ൽ നിന്ന് 273 എന്ന് പറയുന്ന മാജിക് നമ്പറുമായി താരതമ്യം ചെയ്യുമ്പോൾ വല്ലാതെ സീറ്റ് താഴേക്ക് വരികയും ആ മാജിക് നമ്പറിന് അടുത്തോ അതിന് താഴേക്കോ വരുന്നൊരു അന്തരീക്ഷം രാഷ്ട്രീയ കാണുന്നുണ്ട് എന്നത് നിസ്സംശയം ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. അതിനെക്കുറിച്ച് ശ്രീലാൽ നമ്മളോട് സംസാരിക്കും. പൊതുവിൽ കണ്ടതിനെ ഇപ്പോൾ ഷാജി ജോസഫ് വളരെ ഓരോ സംസ്ഥാനത്തെയും പൊതുസ്ഥിതിയെക്കുറിച്ചാണ് നമ്മളുമായി സംസാരിച്ചത്. ശ്രീലാലിൻ്റെ ഒരു പൊതു നിരീക്ഷണം കൂടി നമുക്ക് ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പൊന്ന് കാണാം. തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ BJP വലിയ കോൺഫിഡൻസിലായിരുന്നു. ഈ കർഷക സമരം എല്ലാം ഉള്ളപ്പോഴാണ് കഴിഞ്ഞ തവണ വലിയ വിജയം നേടിയത്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ മറികടക്കാം എന്നുള്ളൊരു അവർക്കൊരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നെന്ന് വേണം കരുതാൻ. പക്ഷേ തിരഞ്ഞെടുപ്പ് തുടങ്ങി ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ ഈ വോട്ടർ ടേൺ ഔട്ടിൽ വലിയ തോതിലുള്ള കുറവ് വന്നപ്പോൾ BJPക്ക് കാര്യം മനസ്സിലാവുന്നു. അതായത് ഈ പറയുന്ന മോദി വേവി ഇല്ല, അതിൽ കയറി പോകാൻ സാധിക്കില്ല എന്നുള്ളത്. 400 പാർ എന്നുള്ള വലിയ പ്രചാരണം തന്നെ ഇന്ത്യ ഷൈനിങ് പോലെ വലിയ തിരിച്ചടിയിലേക്ക് BJP കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. 400 പാർ 400 കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ വേണ്ട BJPക്ക്, ഇവിടുത്തെ ഭരണഘടന വേണ്ട, ഇതെല്ലാം BJPക്ക്, ഇതൊന്നും BJPക്ക് ആവശ്യമില്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങളെത്തും എന്നൊരു പ്രചാരണം അത് പാർട്ടിക്കുള്ളിൽ നിന്നുമല്ല, അത് പാർട്ടികൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതല്ല, അല്ലാതെ തന്നെ സാധാരണക്കാർക്കിടയിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായി വന്നു എന്നുള്ളതാണ് BJPക്ക് വലിയ പ്രതിസന്ധി തുടക്കത്തിലുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഈ വോട്ടിംഗ് ശതമാനം കുറയുകൂടി ചെയ്തപ്പോൾ BJP വലിയ അങ്കലാപ്പിലാവുകയും ചെയ്തു. എന്തൊക്കെയായാലും BJPക്ക് അവരുടെ തട്ടകമായ ഗുജറാത്തിലടക്കം ഈ വിമത പ്രശ്നങ്ങൾ നേരിടുന്നു, അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അവിടെ നിന്നോട്ട് മറ്റ്
സംസ്ഥാനങ്ങൾക്ക് വരുമ്പോൾ രാജസ്ഥാൻ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഏതാണ്ട് മുഴുവൻ സീറ്റുകളും ബി ജെ പിക്ക് പിടിക്കാനായെങ്കിൽ ഇത്തവണ രാജസ്ഥാനിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് ചെറിയ തോതിൽ തിരിച്ചടിയേറ്റ് ഇത് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിക്ക് വലിയ തോതിൽ സ്വാധീനമുള്ള സംസ്ഥാനമാണ്. പക്ഷേ അവിടെ കഴിഞ്ഞ് വരുമ്പോൾ ഈ പറയുന്ന ഹരിയാന, പഞ്ചാബ്, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ, ഈ കേരളം, അതുപോലെ തന്നെ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, പ്രത്യേക കർണാടക, ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ചോർച്ചയുണ്ടാകും അവരുടെ എം പിയുടെ കണക്കിൽ നിന്നുള്ളത് വ്യക്തമാണ്. അത് ആ പ്രദേശത്തെ രാഷ്ട്രീയം, അതാണ് ഞാൻ പറഞ്ഞത്. ഈ മോദി വേവ് ഇല്ലാതെ പോയതോടെ സർക്കാരിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങൾ പറയാനാകാതെ പോയി ബി ജെ പിക്ക് എന്നുള്ളത്. അവിടെ പ്രതിപക്ഷ ഭരിക്കുന്ന പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ വിഷയങ്ങൾ, പ്രാദേശിക വിഷയങ്ങൾ ഉയർന്നു വരികയും അതിൽ ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു റിയലിസ്റ്റിക് ടോണിൽ ഈ കാര്യങ്ങൾ തിരിയുന്നു എന്നുള്ളതാണ്. അതാണ് ബി ജെ പിക്ക് ഇത്തവണ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സീറ്റുകൾ കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല.